നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കെ കരുണാകരൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലീഡർ മെറിറ്റ് ഡേ കായികക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. കനത്ത മഴയിൽ മാന്നമംഗലം കൊളാംകുണ്ട് റോഡിൽ മരം കടപുഴകി വീണു. ഏറെ നേരം വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. എ പത്മനാഭൻ രണ്ടാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനവും എ പത്മനാഭൻ ഫൗണ്ടേഷന്റെ പുരസ്കാര സമർപ്പണവും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. നിർമ്മതി ബിൽഡിംഗ് ഷോപ്പിംഗ് അസോസിയേഷന്റെ നേത്ര പരിശോധനാ ക്യാമ്പ് ഡെപ്യൂട്ടി മേയർ A പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പാണഞ്ചേരി പഞ്ചായത്തിന്റെ സ്കൂൾ യൂണിഫോം പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മിനു വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി നോക്കാം. കെ കരുണാകരൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലീഡർ മെറിറ്റ് ഡേ കായികക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ പുഴയോരം ഗാർഡനിൽ KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി J കോടങ്കണ്ടത്ത് അധ്യക്ഷത വഹിച്ചു. ജീവിതത്തിൽ എപ്പോഴും സ്വന്തം കാര്യങ്ങൾക്കു വേണ്ടി മാത്രം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാതെ മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കാനും പ്രവർത്തിക്കാനും അവസരം ലഭിക്കുമ്പോൾ പ്രയോജനപ്പെടുത്തണമെന്നും ഒരാളെ മുന്നോട്ട് നടത്താനും ആ ജീവിതത്തിൽ നല്ല മാറ്റമുണ്ടാക്കാനും കഴിയുന്ന സാഹചര്യം വന്നാൽ അതിൽ നിന്ന് പിന്നോട്ട് പോകരുതെന്നും ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം സ്വന്തം നേട്ടങ്ങളിൽ നിന്നല്ല ലഭിക്കുന്നത്, നമ്മുടെ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തിയിലൂടെയോ സഹായത്തിലൂടെയോ മറ്റൊരാളിൽ നല്ലൊരു മാറ്റം സംഭവിച്ചുവെന്ന് തിരിച്ചറിയുന്ന നിമിഷമാണ് യഥാർത്ഥ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന സമയമെന്നും അതിനേക്കാൾ വലിയ അംഗീകാരം മറ്റൊന്നുമല്ല എന്നും നന്നായി പഠിക്കുക എന്നത് ഓരോരുത്തരുടെയും പ്രധാന ഉത്തരവാദിത്വമാണെന്നും പഠിക്കുന്നത് സർക്കാർ സ്കൂളിലായാലും സ്വകാര്യ സ്കൂളിലായാലും വിദ്യാഭ്യാസ സ്ഥാപനവും മികച്ച രീതിയിൽ പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും അതിന് സർക്കാർ സംവിധാനങ്ങളും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും പിന്തുണയും നിക്ഷേപവും നൽകുന്നുണ്ടെന്നും മികച്ച സമൂഹത്തെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് റിസൽ വർഗീസ്, DCC ജനറൽ സെക്രട്ടറി ML ബേബി, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ, പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് മീനു ടീച്ചർ, കോൺഗ്രസ് പുത്തൂർ മണ്ഡലം പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ SSLC +2 പരീക്ഷയിൽ A+ നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. പൗരനായി വളരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നന്നായി പഠിക്കുന്നവൻ ഒരുവനായി മാത്രമല്ല, നന്നായി ഇടപെടുകയും നന്നായി വായിക്കുകയും നല്ല സാമൂഹിക ബോധത്തോടു കൂടി പൊതുസമൂഹത്തിൻ്റെ കൂടി ഗുണത്തിന് വേണ്ടി കാര്യങ്ങൾ ഇടപെടാൻ കഴിയുന്ന ഒരു മനുഷ്യനായി മാറുക എന്നുള്ളതാണ്. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാർ അദ്ദേഹം ഒരു സ്കൂളിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി കടന്നുപോയപ്പോൾ അദ്ദേഹത്തോട് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാണ് വിളിച്ചത്. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാണ് വിളിച്ചത്. കൗതുകത്തിലാണ് അദ്ദേഹം തിരിഞ്ഞത്. ഒരു കൊച്ചുകുട്ടി തൻ്റെ പേര് പറഞ്ഞ് വിളിക്കുന്ന കൗതുകത്തിൽ അദ്ദേഹം തിരിഞ്ഞ് കുട്ടിയോട് സംസാരിച്ചപ്പോൾ ആ കുട്ടി ആവശ്യപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് ആ കുട്ടിയുടെ കൂടെ പഠിക്കുന്ന മറ്റൊരു കുട്ടിക്ക് വീടില്ല, അവൾക്കൊരു വീട് വെച്ച് കൊടുക്കുമെന്നുള്ളതാണ് ചോദിച്ചത്. മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി ആ കുട്ടിക്ക് വീട് കൊടുക്കാൻ തീരുമാനിച്ചു. ആ കുട്ടിയുടെ ചോദ്യം കൊണ്ട് മാത്രം ആ കുട്ടിയുടെ സുഹൃത്തായ ക്ലാസ്സിൽ പഠിക്കുന്ന ആരുമില്ലാതെ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന മറ്റൊരു കുട്ടിക്ക് വീട് കിട്ടി. എൻ്റെ കൂട്ടുകാരിക്ക് താമസിക്കാൻ വീടില്ല, അവൾക്കൊരു വീട് വെച്ച് കൊടുക്കാമോ എന്ന് നിഷ്കളങ്കമായ ചോദ്യത്തിൻ്റെ പുറകിൽ ഒരു രാഷ്ട്രീയമായ ഇടപെടലുണ്ടായിരുന്നു. ആ ചോദ്യത്തിൻ്റെ പുറകിൽ ഒരു ചോദനയുണ്ട്, താല്പര്യമുണ്ട്. അതാണ് അത്രയേ ആവശ്യമുള്ളൂ. പൊളിറ്റിക്സിൽ ഇടപെടണമെന്ന് പറഞ്ഞപ്പോൾ അത്രേ കാര്യമുള്ളൂ. നമ്മൾ ആർക്കെങ്കിലും വേണ്ടിയൊക്കെ എപ്പോഴെങ്കിലൊക്കെ സംസാരിക്കണം എന്നുള്ളത് മാത്രമാണ്. എവിടെയെങ്കിലും ആർക്കെങ്കിലും നമുക്ക് വേണ്ടി മാത്രമല്ലാതെ, നമുക്ക് വേണ്ടി മാത്രം ചിന്തിക്കാതെ, നമുക്ക് വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്യാതെ, എവിടെയെങ്കിലും ജീവിതത്തിൽ മറ്റൊരാൾക്ക് വേണ്ടി കൂടി ഒരു വാക്കെങ്കിലും സംസാരിക്കാനുള്ള അവസരം നമുക്ക് വന്നാൽ അവിടെ നമ്മൾ സംസാരിക്കണം. ഒരു പ്രവൃത്തി ചെയ്യാനൊരു അവസരം നമുക്ക് വന്നാൽ അവിടെ അത് ചെയ്യണം. എവിടെയെങ്കിലും ഒരാളെ കൈപിടിച്ച് കൂടെ നടത്താൻ കഴിഞ്ഞാൽ അവിടെ നമ്മളത് ചെയ്യണം. ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും സംതൃപ്തി നൽകുന്ന ഒന്ന് ഒരുപക്ഷെ കുറച്ച് കാലം കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, അത് റിസൾട്ട് വന്നപ്പോൾ കിട്ടിയ സന്തോഷമല്ല, മറിച്ച് നിങ്ങളുടെ ഒരു വാക്ക് കൊണ്ടോ നിങ്ങളുടെ ഒരു പ്രവൃത്തി കൊണ്ടോ നിങ്ങളുടെ ഒരു ചെറിയൊരു ചലനം കൊണ്ടോ മറ്റൊരാളിൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നല്ല കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നന്ദിയോടെ അയാൾ ഓർക്കുന്ന ഒരു ഘട്ടമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിനകത്തൊരു സന്തോഷം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടാൻ വേണ്ടി പോകുന്ന ഏറ്റവും വലിയ സംതൃപ്തിയും സമാധാനവുമൊക്കെ. അപ്പം നന്നായി പഠിക്കുക എന്ന് പറയുന്നതും ഒരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല. നടത്തന ഗ്രാമപഞ്ചായത്ത്
Habib. Evening. Brando. Peter Chaco. Godson Shaju. Toby. Anna. അപകടാവസ്ഥയിലായ പീച്ചിയിലെ ജലശുദ്ധീകരണശാല സന്ദർശിച്ച് MLA കെ രാജൻ. 36 MLD ജലശുദ്ധീകരണശാലയുടെ കെട്ടിടം ഒല്ലൂർ MLA കെ രാജന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. ശുദ്ധീകരണശാലയുടെ ശോചനീയാവസ്ഥയെക്കുറിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് സ്ഥല സന്ദർശനം. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് മീനു ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യു നൈനാൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വിനോദ് തേനംപറമ്പിൽ, സീന വർഗീസ്, പഞ്ചായത്ത് അംഗം സന്ധ്യ ഷാജി എന്നിവരടങ്ങുന്ന സംഘമാണ് ജലശുദ്ധീകരണശാലയിലെത്തിയത്. വാട്ടർ അതോറിറ്റി അധികൃതർ പ്ലാന്റിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് വിവരിച്ചു. നിലവിൽ ശുദ്ധീകരണശാലയുടെ കെട്ടിടത്തിനുള്ളിൽ മുകൾ ഭാഗത്ത് നിന്ന് കോൺക്രീറ്റ് പാളികൾ ഇളകി നിലം പതിക്കുന്നുണ്ടെന്നും ടാങ്കുകളുടെ കോൺക്രീറ്റ് തൂണുകളിൽ നിന്ന് പാളികൾ ഇളകിപ്പോയിട്ടുണ്ടെന്നും കെട്ടിടത്തിലെ കാർ പോർച്ച് തകർന്നു വീഴാവുന്ന നിലയിലാണെന്നും താൽക്കാലിക ജീവനക്കാർ ഉൾപ്പെടെ 20-ലേറെ ജീവനക്കാർ ജോലിയൊടുക്കുന്നുണ്ടെന്നും ടാങ്കിലെ ബഡ് ക്ലീൻ ചെയ്യുമ്പോഴെല്ലാം കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്നുവെന്നും അധികൃതർ വിശദീകരിച്ചു. നേരത്തെ സ്റ്റേറ്റ് പ്ലാനിംഗിൽ പുതിയ കെട്ടിടത്തിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരുന്നു എങ്കിലും സാങ്കേതിക അനുമതി ലഭിക്കാനുള്ള കാലതാമസമുണ്ടായി. ഇപ്പോൾ ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫിന് കത്തു നൽകിയെന്നും ഫോൺ വഴി സംസാരിച്ചതായും അടിയന്തര നടപടികൾ ഉണ്ടാകുമെന്നും MLA കെ രാജൻ അറിയിച്ചു. വാട്ടർ അതോറിറ്റിയുടെ 36 MLD പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് കോർപ്പറേഷനും 7 പഞ്ചായത്തുകൾക്കും വേണ്ടി വെള്ളം കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ സാങ്കേതികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും അംഗങ്ങളും ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റിയുടെ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായി ഇവിടെ എത്തിച്ചേർന്നതാണ്. നേരത്തെ തന്നെ ഇതിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ അനുമതിയോടെ സ്റ്റേറ്റ് പ്ലാനിൽ 1,05,00,000 രൂപയുടെ ഒരു നിർദ്ദേശം നേരത്തെ കൊടുത്തിരുന്നതാണ്. ചില സാങ്കേതിക കാരണങ്ങളാൽ അതിന് വൈകലുണ്ടായെങ്കിലും തത്വത്തിൽ അംഗീകരിക്കപ്പെട്ടതാണ്. എന്നാൽ പുതിയ വർക്കിംഗ് പ്ലാനിൽ കൂടി അത് ഉൾപ്പെടുത്തിക്കൊണ്ട് ലഭ്യമായാൽ മാത്രമേ ഈ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പറ്റൂ. 2 തരത്തിൽ ഇത് നമ്മൾ നോക്കേണ്ടി വരും. ഒന്ന്, താൽക്കാലികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വേഗതയിലാക്കി നേരത്തെ പറഞ്ഞതുപോലെ ഇതിലെ തൊഴിലാളികൾക്ക് പോലും ജീവനക്കാർക്ക് പോലും അതിനകത്ത് കിടക്കുമ്പോൾ മറ്റു വീതിയില്ലാത്ത വിധം പ്രവേശിക്കാൻ പറ്റുന്ന വിധത്തിൽ തകർന്നുപോയ പ്ലാസ്റ്ററിങ് ശരിയാക്കലും മഴവെള്ളം വീണ് തകർച്ചയില്ലാതിരിക്കാൻ ദീർഘകാലമായിട്ടുള്ളൊരു കെട്ടിടമായതുകൊണ്ട് അതിൻ്റെ പ്രവൃത്തി ഒതുക്കലും ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പം അതിനുവേണ്ടി ഒരു താൽക്കാലിക പ്ലാൻ ഉണ്ട്. അതാണ് നേരത്തെ കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ കൊടുത്ത് AISന്റെ രൂപത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള താൽക്കാലിക സ്റ്റേറ്റ് പ്ലാൻ. എന്നാൽ അതോടൊപ്പം തന്നെ നേരത്തെ നഗരസഞ്ചയിക പദ്ധതിയിലേക്കും കോർപ്പറേഷൻ്റെ നേതൃത്വത്തിലുള്ള സംവിധാനത്തിലേക്ക് നമ്മൾ സമീപനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സർക്കാർ സംവിധാനത്തോടു കൂടി കുറെ കൂടി വിപുലമാക്കേണ്ട കാര്യമുണ്ടാകും. ഈ 2 പ്രശ്നങ്ങളും ഗൗരവമായി ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ മോൻസ് ജോസഫുമായിട്ടും കേരള വാട്ടർ അതോറിറ്റിയുടെ MD ഇമ്പശേഖർ IASമായിട്ടും ഫോണിൽ സംസാരിച്ചു. അപ്പോൾ കഴിഞ്ഞ തവണ കൊടുത്ത് വീണ്ടും ഒന്ന് വർക്കിംഗ് പ്ലാൻ കൂടി അംഗീകരിക്കേണ്ടി വരുന്ന വിധത്തിലായിട്ടുള്ള പ്രോജക്റ്റ് അടിയന്തരമായി തിങ്കളാഴ്ച തന്നെ പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വന്നാൽ 1 കോടി രൂപയുടെ 1,05,00,000 രൂപയുടെ താൽക്കാലികമായിട്ടുള്ള സൗകര്യം അതിനുവേണ്ടി ലഭ്യമാകും. തുടർന്ന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഈ നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ആവശ്യമായിട്ടുള്ള ആലോചനകൾ നേരത്തെ തുടങ്ങി വെച്ചതിൻ്റെ തുടർച്ച എന്ന നിലയിൽ ആവശ്യമായിട്ടുള്ള പരിശോധന നടത്താമെന്നും ഇന്നലെ അയച്ച കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു വിലയിരുത്തൽ നടത്താമെന്നും ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിയും അറിയിച്ചിട്ടുണ്ട്. വേഗത്തിൽ ഈ പ്രവർത്തനം പരിഹരിക്കാൻ പറ്റും എന്നാണ് കരുതുന്നത്. കനത്ത മഴയിൽ മാന്നാമംഗലം കോളാംകുണ്ട് റോഡിൽ മരം കടപുഴകി വീണു. ഏറെ നേരം വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. മരം വീഴുന്ന CCTV ദൃശ്യങ്ങൾ CTV ന്യൂസിന് ലഭിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ടുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലുമാണ് മാന്നാമംഗലം കൊളാംകുണ്ട് റോഡിലേക്ക് മരം കടപുഴകി വീണത്. മാന്നാമംഗലം പാലക്കാട് ബെന്നിയുടെ പറമ്പിൽ നിന്നിരുന്ന മരമാണ്
മാന്നാമംഗലം പാൽ സൊസൈറ്റിക്ക് സമീപം റോഡിന് കുറുകെ വീണത്. സമീപവാസിയായ ചാലക്കൽ ഷീജയുടെ വീടിന്റെ മുകളിലെ ട്രസ്സിന് മരം വീണ് കേടുപാടുകൾ സംഭവിച്ചു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് തൃശൂരിൽ നിന്ന് 1 യൂണിറ്റ് അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തി റോഡിന് കുറുകെ വീണ മരം നാട്ടുകാരുടെ സഹായത്താൽ മുറിച്ചുനീക്കി. വൈദ്യുതി ലൈനുകളും കേബിൾ TV വയറുകളും തകരാറിലായി. പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി റെജി, പഞ്ചായത്ത് അംഗങ്ങളായ റെജി പുച്ചാനി, സിബി അജി, ഒല്ലൂർ പോലീസ് എന്നിവരും സ്ഥലത്തെത്തി. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. എ. പത്മനാഭന്റെ 2ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനവും ഫൗണ്ടേഷന്റെ പുരസ്കാര സമർപ്പണവും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. ഓട്ടുപാറ അനുഗ്രഹ ഹാളിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗവും കുന്നംകുളം MLAയുമായ AC മൊയ്തീൻ അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ, വടക്കാഞ്ചേരി MLA സേവ്യർ ചുറ്റിലപ്പിള്ളി, ചേലക്കര MLA UR പ്രദീപ്, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TK വാസു, M. ബാലാജി, ജില്ലാ കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ മേരി തോമസ്, കമ്മിറ്റി അംഗങ്ങളായ NA സത്യൻ, നഗരസഭാ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, കമ്മിറ്റി അംഗങ്ങൾ ഡോക്ടർ KD ബാഹുലയൻ മാസ്റ്റർ, KK മുരളീധരൻ, M. കൃഷ്ണദാസ്, CITU നേതാവ് KM മൊയ്തു, വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, A. പത്മനാഭന്റെ മക്കളായ അജയ് കുമാർ, അനിൽകുമാർ, അനീഷ് കുമാർ, പ്രമീള എന്നിവരും പങ്കെടുത്തിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരുടെ മെമ്പറായിരുന്ന പേടൻ പുസ്തകത്തിന്റെയും കരുത്തി തലത്തിൽ വർദ്ധിപ്പിക്കുന്നതല്ല, വളരെ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ ഒരാളാണ് പപ്പയുടെ വീട്. ഇപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കിയ പോലെ ഇത് തലത്തോടല്ല, വടക്കാഞ്ചേരിയായിരുന്നു മുഴുവൻ പറയുകയായിരുന്നു. അടിയന്തരാവസ്ഥയിൽ പലതിലൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അടിയന്തരാവസ്ഥയിൽ മെയ് ദിവസം ഇന്റർണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം വിസ പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടുന്ന പല അന്ന് ഒരു വിവാദം കൊടുത്തിരുന്നു. മാപ്പ് അപേക്ഷിച്ച് ജയിലിൽ നിന്ന് പിൻവലിക്കപ്പെടുന്നതായിരുന്നു വിവാദം. അപ്പോൾ ജയിലിലടക്കപ്പെട്ട ചില നിയമസഭകളെല്ലാം ആ വിവാദം ഉപയോഗപ്പെടുത്തി മാപ്പ് അപേക്ഷിച്ച് ജയിലിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങിപ്പോയ അനുഭവം നമുക്കുണ്ട്. അടിയന്തരാവസ്ഥയിൽ ആദ്യ നാളുകളിൽ അടിയന്തരാവസ്ഥയെ ശക്തിയായി എതിർക്കുന്നതിന് നേതൃത്വം കൊടുത്ത ജനസംഘത്തിന്റെ നേതാവൊക്കെയായിരുന്ന KG മല അങ്ങനെ മാപ്പപേക്ഷിച്ച് ഇളവ് വാങ്ങി ജയിലിൽ നിന്ന് വീട്ടിലേക്ക് പോയ ഒരാളാണ് എന്നാണ് ഇവിടെ വായിച്ചതായിരുന്നത്. ആ ബാലകൃഷ്ണനാണ് അടിയന്തരാവസ്ഥ നിർമ്മിതി ബിൽഡിംഗ് ഷോപ്പിംഗ് അസോസിയേഷന്റെ നേത്രപരിശോധനാ ക്യാമ്പ് ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ സിൻജോമോൾ സോജൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബഷീർ അഹമ്മദ്, ഹോസ്പിറ്റൽ മാനേജർ ഖദീജ എന്നിവർ സംസാരിച്ചു. സൗജന്യ നേത്ര പരിശോധനയും ഷുഗർ ടെസ്റ്റ് പരിശോധനകളും ഒരുക്കിയിരുന്നു. റഫീഖ് PH സ്വാഗതവും സുനിൽ നന്ദിയും അറിയിച്ചു. ജില്ലാ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് വിജയികൾക്ക് കായിക മന്ത്രി OJ ജനീഷ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു.
തൃശൂർ ജില്ലാ അക്വാട്ടിക് കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള അടിയന്തര നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും കായിക താരങ്ങൾക്ക് ലോകോത്തര നിലവാരത്തിലുള്ള പരിശീലന സൌകര്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ MLA രാജൻ ജെ പല്ലൻ ജില്ലയിലെ നീന്തൽ താരങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് C. സുമേഷ്, വൈസ് പ്രസിഡന്റ് അഖിൽ അനിരുദ്ധൻ, ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ പ്രസിഡന്റ് റാഫി ആന്റണി, സെക്രട്ടറി പ്രഭാകരൻ വാളൂർ എന്നിവർ സംസാരിച്ചു. വിവിധ സ്കൂളുകളിൽ നിന്നും ക്ലബ്ബുകളിൽ നിന്നും നൂറുകണക്കിന് യുവപ്രതിഭകൾ ഈ വർഷത്തെ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരച്ചു. മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനതല മത്സരങ്ങളിലേക്കുള്ള തൃശൂർ ടീമിനെ തെരഞ്ഞെടുക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ 5 വിള ഇനങ്ങൾ പുറത്തിറക്കി കാർഷിക സർവകലാശാല. KAU തേജസ്വിനി മുളക്, KAU മേധ ബ്രഹ്മി, KAU സൗഗന്ധിക രാമച്ചം, KAU കൊച്ചിൻ പ്രൈഡ് ഇഞ്ചി, KAU ഗോൾഡൻ ഫിംഗർ മഞ്ഞൾ എന്നിവയാണ് പുതിയ ഇനങ്ങൾ. വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ ശാരദയാണ് KAU തേജസ്വിനി മുളക് വികസിപ്പിച്ചത്. കുറ്റിച്ചെടിയായി വളരുന്നു, നീളമുള്ള കായകൾ തരുന്നു. ഉയർന്ന വിളവും നൽകുന്ന ഈ ഇനം കേരളത്തിൽ കൃഷി ചെയ്യാൻ വളരെ അനുയോജ്യമാണ്. ഇടത്തരം എരിവുള്ള ഈ ഇനത്തിന് വൈറസ് രോഗങ്ങളെയും വാട്ടരോഗത്തെയും പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട്. ഹെക്ടറിന് ശരാശരി 32.50 ടണ്ണാണ് വിളവ്. ഓടക്കാലി സുഗന്ധവിള ഔഷധ സസ്യ ഗവേഷണ കേന്ദ്ര മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ആൻസി ജോസഫ് പുറത്തിറക്കിയ ബ്രഹ്മി ഇനമാണ് KAU മേധ. മധ്യകേരളത്തിൽ കൃഷി ചെയ്യാൻ അനുയോജ്യമായ ഇനമാണ്. മികച്ച ഉൽപാദന ശേഷിയുണ്ട്. ബാക്കോസൈഡ് അളവും ഇതിന് കൂടുതലാണ്. നല്ല സൂര്യപ്രകാശമുള്ള തുറസായ സ്ഥലങ്ങളിൽ ഇതിൽ നിന്ന് ഹെക്ടറിന് 34-36 ടൺ വിളവും ഉണക്കിയെടുത്താൽ 5-6 ടൺ വിളവും ലഭിക്കും. ഡോക്ടർ ആൻസി ജോസഫ് ഓടക്കാലി സുഗന്ധവിള ഔഷധ സസ്യ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് പുറത്തിറക്കിയ ഇനമാണ് KAU രാമച്ചം. സൗഗന്ധിക വേരുകൾക്ക് നല്ല കനവും സുഗന്ധവും നീളവും ഉള്ളതിനാൽ ഹെക്ടറിന് 6.1 മുതൽ 7.8 ടൺ വരെ ഉണക്കവേര് വിളവായി ലഭിക്കുന്നുണ്ട്. കുറഞ്ഞ അളവിൽ വളരെ വൈകി പൂക്കുന്നതാണ് സവിശേഷത. വെള്ളാനിക്കര കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ നായർ സുനിൽ അപ്പുക്കുട്ടൻ വികസിപ്പിച്ച ഇനമാണ് KAU ഇഞ്ചി. കൊച്ചിൻ പ്രൈഡ് ഇഞ്ചിയുടെ തനതായ എരിവും മണവുമുണ്ട്. വിളയുടെ കാലയളവ് 240-245 ദിവസങ്ങൾ. ഇഞ്ചി റൈസോം റോട്ട് എന്ന രോഗത്തെ പ്രതിരോധിക്കുന്നുണ്ട്. തെങ്ങിൻ തോപ്പുകളിൽ തനിവിളയായോ ഇടവിളയായോ വളർത്താം. മികച്ച ഗുണമേന്മയുള്ളതും വിപണിയിൽ നല്ല സ്വീകാര്യതയുമുള്ളതുമായ വലിയ ഇഞ്ചിയാണ് ഇത്. ഈ വിളയുടെ ശരാശരി വിളവ് ഹെക്ടറിന് 36.3 ടണ്ണാണ്. കേരളത്തിൽ ഇടുക്കി, കോട്ടയം ജില്ലകളിൽ കൃഷി ചെയ്യാൻ അനുയോജ്യമാണ്. വെള്ളാനിക്കര കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ നായർ സുനിൽ അപ്പുക്കുട്ടൻ വികസിപ്പിച്ച KAU ഗോൾഡൻ ഫിംഗർ എന്ന ഇനം മഞ്ഞളാണ്. വിളകാലം 240-250 ദിവസങ്ങൾ. ഹെക്ടറിന് ശരാശരി 39 മുതൽ 42 ടൺ പച്ചമഞ്ഞൾ ലഭിക്കും. കേരളത്തിൽ കോട്ടയം ജില്ലയിൽ കൃഷി ചെയ്യാൻ അനുയോജ്യമാണ്. കാർഷിക ഉൽപാദന കമ്മീഷണറും കൃഷി പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ ടിങ്കു ബിസ്വാൾ IASന്റെ അധ്യക്ഷതയിൽ ചേർന്ന കമ്മിറ്റിയാണ് പുതിയ ഇനങ്ങൾ പുറത്തിറക്കിയത്. വാറ്റ് ചാരായവുമായി മാടക്കത്ര വില്ലേജ് പുതുനഗർ ദേശത്ത് ആലപ്പാട്ട് യേശുദാസിന്റെ മകൻ ജെസ്മിൻ അറസ്റ്റിലായി. 1.5 ലിറ്റർ ചാരായം കൈവശം വെച്ച് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജെയ്സ്മിൻ എന്നയാളെ തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിലെ പ്രിവന്റീവ് ഓഫീസർ സുനിലും പാർട്ടിയും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്തതിൽ ചാരായം വാറ്റാൻ ഉപയോഗിച്ച വാറ്റുപകരണങ്ങളും വാഷിടാൻ ഉപയോഗിച്ച 200 ലിറ്ററിന്റെ പ്ലാസ്റ്റിക് ഡ്രമ്മും സമീപ പ്രദേശങ്ങളിൽ ഇരുന്ന് തൊണ്ടിയായി കണ്ടെടുത്തു. പ്രതി വാറ്റിയ ചാരായം സമീപ പ്രദേശങ്ങളായ കരുവാൻകാട്, കുണ്ടുക്കാട്, പനമ്പിള്ളി, താണിക്കുടം ഭാഗങ്ങളിൽ വിൽപ്പന നടത്തിയിരുന്നു. പ്രതിയെയും തൊണ്ടി മുതലുകളും കേസ് റെക്കോർഡുകളും കോലഴി റേഞ്ചിന് കൈമാറി. പ്രിവന്റീവ് ഓഫീസർമാരായ TA രാജിദ് K ലത്തീഫ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ CJ റിജോ, ജയോ ജറിൻ, മിക്കി ജോൺ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ നിവ്യ ജോർജ്, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ ഗിരീഷ് VG എന്നിവരും ഉണ്ടായിരുന്നു. ഇടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. കേരളത്തിലെ പ്രാദേശിക ഉൽപ്പന്നങ്ങളെ വർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണിയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലൂടെ കർഷകരുടെ വരുമാനം ഗണ്യമായി വർദ്ധിപ്പിക്കാനും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനും സാധിക്കുമെന്ന് കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ടി സജിത റാണി പറഞ്ഞു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുമായി സഹകരിച്ച് കേരള കാർഷിക സർവകലാശാലയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ സംഘടിപ്പിച്ച പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു വൈസ് ചാൻസലർ. പ്രാദേശിക വിഭവങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി വിപണിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഗ്രാമീണ മേഖലയിലെ ചെറുകിട സംരംഭകരും കർഷകരും വനിതാ സംരംഭകരും നേതൃത്വം നൽകണമെന്നും സുസ്ഥിരമായ തൊഴിലും വരുമാനവും ഉറപ്പാക്കാൻ കഴിയണമെന്നും വൈസ് ചാൻസലർ ചൂണ്ടിക്കാട്ടി. ആധുനിക സാങ്കേതിക വിദ്യ, ഗുണനിലവാര മാനദണ്ഡങ്ങൾ, വിപണി ശൃംഖല പ്രയോജനപ്പെടുത്തി തനത് ഉൽപ്പന്നങ്ങളെ ആഗോള വിപണിയിലേക്ക് എത്തിക്കാൻ സർവകലാശാലയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ നിർണായക പങ്കുവഹിക്കുന്നു. ഡോക്ടർ കെ സുരേന്ദ്രഗോപാൽ അധ്യക്ഷത വഹിച്ചു. അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി ഡോക്ടർ കെ പി സുധീർ സംസാരിച്ചു. പീച്ചിയിൽ അപകട ഭീഷണി ഉയർത്തി റോഡിന് കുറുകെ മരം ഒടിഞ്ഞു തൂങ്ങി. പഞ്ചായത്ത് അംഗം സീന വർഗീസിന്റെ ഇടപെടൽ മരം ഉടനെ മുറിച്ചുമാറ്റി. പീച്ചി പ്രധാന കവാടത്തിൽ നിന്ന് അടിവാരത്തിലേക്ക് പോകുന്ന റോഡിന് കുറുകെ മരത്തിന്റെ ശിഖരമൊടിഞ്ഞ് മറ്റൊരു മരത്തിന്റെ ചില്ലയിൽ ഒടിഞ്ഞു തൂങ്ങിയ ചില്ലയിൽ കുരങ്ങന്മാർ കൂട്ടത്തോടെ തമ്പടിച്ചു. ശിഖരം റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണിയായി. സംഭവം അറിഞ്ഞ് വാർഡ് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സീന വർഗീസ് സ്ഥലത്തെത്തി ഇറിഗേഷൻ അധികൃതരെയും ഫയർഫോഴ്സിനെയും വിളിച്ചുവരുത്തി നാട്ടുകാരുടെ സഹായത്തോടെ രാത്രിയോടെ മരം മുറിച്ചുമാറ്റി. ഇന്നലെ ഉച്ചയ്ക്കുണ്ടായ ശക്തമായ കാറ്റിൽ പീച്ചി ഫിഷറീസിന്റെ പരിധിയിൽപ്പെടുന്ന LP സ്കൂളിന് താഴ്ഭാഗത്തായി വലിയ മരം നേർപകുതിയായിട്ട് തൊട്ട് എതിർവശത്തുള്ള മരത്തിലേക്ക് ഒടിഞ്ഞു തങ്ങി നിൽക്കുകയും അപകടകരമായി ഭീഷണി നിൽക്കുകയായിരുന്നു. ഒത്തിരി സ്കൂൾ വണ്ടികളും യാത്രക്കാരും പോകുന്ന വഴിയായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ ഫയർഫോഴ്സിനെ വിളിച്ചു. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചതിന്റെ ഭാഗമായിട്ട് അവരും വന്ന് നല്ലവരായ നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി നമുക്ക് ആ മരം ഇന്നലെ രാത്രി 7 കൂടി മുറിച്ചു മാറ്റാനും അപകടാവസ്ഥ ഒഴിവാക്കാനും സാധിച്ചു. പാണഞ്ചേരി പഞ്ചായത്തിന്റെ സ്കൂൾ യൂണിഫോം പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മീനു വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പദ്ധതി നടപ്പാക്കുന്നത് സെന്റ് ബേസിൽ ഗ്രാനൈറ്റ് സ്ഥാപനത്തിന്റെ CSR ഫണ്ടിന്റെ സഹായത്തോടെയാണ്. പാണഞ്ചേരി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർക്കാർ സ്കൂളുകളിലെ LKG UKG വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കിയ സൗജന്യ സ്കൂൾ യൂണിഫോം വിതരണോദ്ഘാടനം GLPS സ്കൂളിൽ നടന്നു. സംസ്ഥാനത്തെ ആദ്യത്തെ പദ്ധതി എന്ന നേട്ടവും പാണഞ്ചേരി പഞ്ചായത്തിന് സ്വന്തം. പ്രസിഡന്റ് മിനു വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കിയതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മിനു ടീച്ചർ പറഞ്ഞു. വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചൻ അധ്യക്ഷത വഹിച്ചു. പാണഞ്ചേരി പഞ്ചായത്തിലെ സർക്കാർ സ്കൂളുകളിലെ LKG UKG വിദ്യാർത്ഥികൾക്കാണ് പദ്ധതിയുടെ ഭാഗമായി യൂണിഫോം വിതരണം ചെയ്തത്. സെന്റ് ബേസിൽ ഗ്രാനൈറ്റ് സ്ഥാപനത്തിന്റെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി. സെന്റ് ബേസിൽ ഗ്രാനൈറ്റ് ഉടമകളായ ഔസേബ് കാവനക്കുടി, പോൾ ജോസഫ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായാണ് യൂണിഫോം വിതരണത്തിനാവശ്യമായ ഫണ്ട് ലഭ്യമാക്കിയത്. പാണഞ്ചേരി പഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ ഇത്തരം സാമൂഹിക ഇടപെടലുകൾ മാതൃകാപരമാണെന്നും ജനോപകാരപ്രദമായ പദ്ധതികൾക്ക് പഞ്ചായത്തിനൊപ്പം ലാലിസ് ഗ്രൂപ്പും സെന്റ് ബേസിൽ ഗ്രൂപ്പും കൂടെ ഉണ്ടാകുമെന്നും ഔസേബ് കാവനാക്കുടിയിൽ പറഞ്ഞു.
പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KP എൽദോസ് മുന്നോട്ട് വച്ച ആശയമാണ് പിന്നീട് പഞ്ചായത്ത് ഭരണസമിതി അംഗീകരിച്ച് പദ്ധതിയായി നടപ്പാക്കിയത്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സീന വർഗീസ്, വിനോദ് തേനംപറമ്പിൽ, ജോളി ജോർജ്, ബ്ലോക്ക് മെമ്പർ KC അഭിലാഷ്, പഞ്ചായത്ത് അംഗം അജു തോമസ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KP എൽദോസ്, ലീലാമ്മ ടീച്ചർ, ജനപ്രതിനിധികൾ, പഞ്ചായത്ത് അംഗങ്ങൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. സർക്കാർ സ്കൂളുകളിലെ കുട്ടികൾക്ക് സഹായഹസ്തം നീട്ടിയ സെന്റ് ബേസിൽ ഗ്രാനൈറ്റിനും ഉടമ ഔസേബ് കാവനക്കുടിക്കുമുള്ള നന്ദിയും പഞ്ചായത്ത് അധികൃതർ രേഖപ്പെടുത്തി. ആദ്യം ഒരു പ്രൊജക്ട്, ഇങ്ങനെ ഒരു പ്രൊജക്റ്റും കൂടെ ആകാമെന്ന് നമ്മുടെ ആസൂത്രണ സമിതി ഉപാധ്യക്ഷനായ KP എൽദോസ് ആണ് ഇങ്ങനെ ആശയം കൊണ്ടുവന്നത്. അപ്പോൾ ഞങ്ങൾ ഒന്നടക്കം ഭരണസമിതി ഒന്നടക്കം അതിനെ പിന്താങ്ങി വളരെ സന്തോഷത്തോടെ അതൊന്ന് പ്രൊജക്റ്റായിട്ട് വെക്കാം എന്ന് ഞങ്ങൾ ആലോചിച്ചു, പ്രൊജക്റ്റ് വെച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ അത് മാർഗരേഖയിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് DPC അത് റിജക്ട് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ആ ആശങ്ക അറിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഔസേപ്പേട്ടൻ ഞങ്ങളുടെ പറഞ്ഞു, CSR ഫണ്ടുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അങ്ങനെയാണ് ഇങ്ങനൊരു പദ്ധതി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത്. ഞാൻ പലപ്പോഴും മുൻ വർഷങ്ങളിൽ ഞാൻ എന്നെ അനുഭവിച്ച് തന്നെ പറയാം, സ്കൂളിൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഗവൺമെൻറ് യൂണിഫോം കൊടുക്കുന്നു. ആ യൂണിഫോം കൊടുക്കുന്ന സമയത്തായിരിക്കും ആ സ്കൂളിലെ ഏറ്റവും പിഞ്ചു കുട്ടികളായ LKGയിലെയും UKGയിലെയും കുട്ടികൾ വളരെ വിഷമത്തോടെ, എൻ്റെ രക്ഷിതാക്കളായാലും ഞങ്ങൾക്കൊന്നും ഇല്ലേ എന്നുള്ള ആ ഒരു വിഷമത്തോടെ നോക്കി നിൽക്കുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെ ആ സങ്കടം ഞാൻ പലപ്പോഴായിട്ട് മനസ്സിലാക്കിയത് കാരണം എനിക്കും ഇതിനകത്ത് ഏറ്റവും വളരെ സന്തോഷമായ ഒരു ഇത് തന്നെയാണ്. കാരണം ഗവൺമെൻറ് നമ്മൾ ഇതുവരെ LKG UKG കുട്ടികൾക്ക് യൂണിഫോം കൊടുക്കാനുള്ള പെർമിഷൻ കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പഞ്ചായത്ത് ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ചതും ഇന്ന് ഈ പാലശ്ശേരി പഞ്ചായത്ത് എല്ലാ ഗവൺമെൻറ് സ്കൂളിലും LKG UKG കുട്ടികൾക്ക് യൂണിഫോം കൊടുക്കാൻ ഞങ്ങൾ ഒന്നടങ്കം തീരുമാനിച്ചത്. തൃശൂർ ജില്ലയിൽ മത്സ്യകർഷക സംഗമവും മത്സ്യകർഷകരെ ആദരിക്കലും കരുണാകരൻ മെമ്മോറിയൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 260ഓളം മത്സ്യകർഷകർ പങ്കെടുത്തു. കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വില്ലി ജിജോ, കൌൺസിലർ അഡ്വക്കേറ്റ് രേഷ്മ മേനോൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. മത്സ്യകൃഷിയിൽ ഉന്നത നേട്ടം കൈവരിച്ച മുഹമ്മദ് റഹീബ്, KA ജോഷി, AA വിപിൻ ദാസ്, K അബ്ദുറഹ്മാൻ, KH ശ്രീനാഥ്, EK രാജൻ എന്നീ മത്സ്യകർഷകർ ആദരവേറ്റുവാങ്ങി അവരുടെ അനുഭവങ്ങളും പങ്കുവച്ചു. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ശിവപ്രസാദ് ഉൾനാടൻ മത്സ്യകൃഷിയുടെ പുതിയ പ്രവണതകൾ എന്ന വിഷയത്തെക്കുറിച്ചും സൗമ്യ KCC ബാങ്ക് ലോണുകളെക്കുറിച്ചും ക്ലാസ് എടുത്തു. NF രജിസ്ട്രേഷൻ ക്യാമ്പും സംഘടിപ്പിച്ചു. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ S രാജേഷ് സ്വാഗതവും ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ജോയ്നി ജേക്കബ് M നന്ദിയും അറിയിച്ചു. അധ്യക്ഷ ഏറ്റവും ബഹുമാനിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മേരി തോമസ്, വേദിയിലിരിക്കുന്ന മത്സ്യ കർഷക മേഖല കുറച്ച് അധികം പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. അതിന് പല പല കാരണങ്ങൾ ഉണ്ട്. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് ഈ ദിവസം നമ്മൾ ആചരിക്കാതിരിക്കുമ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ, ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഞാൻ കൂടുതൽ എടുത്തു പറയാൻ പോകുന്നത് മത്സ്യത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഗുണമേന്മയാണ്. നമുക്കറിയാം, മാംസത്തെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും ഗുണമേന്മയുള്ള പ്രോട്ടീൻ മത്സ്യത്തിൻ്റെയാണ്. omega-3 ഫാറ്റി ആസിഡ്, അപ്പോൾ അതാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, മത്സ്യത്തിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യം കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് പോഷക ഗുണമുള്ള
അല്ലെങ്കിൽ പോഷകാഹാരം എന്ന നിലയിൽ മത്സ്യത്തിന് വലിയൊരു മുൻഗണന കൊടുക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ മത്സ്യകൃഷിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്ന് ഏറെ വെല്ലുവിളികൾ നേരിടുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു പങ്ക് നമുക്ക് ഓരോരുത്തർക്കും ഇല്ലേ എന്ന് നമ്മൾ സ്വയം ഒരു ആത്മശോധന നടത്തേണ്ട സമയം കൂടിയാണ്. നമ്മുടെ ജലസ്രോതസ്സുകളെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ടോ? ജലസ്രോതസ്സുകളിലേക്ക് നമ്മൾ അലസമായി മാലിന്യം വലിച്ചെറിയുന്നു. ഫാക്ടറികളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യം ഏറ്റവും എളുപ്പത്തിൽ അതിലേക്ക് തള്ളിവിടുന്നു. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞോ അറിയാതെയോ വാട്ടർ ബോട്ടിൽസ്, പ്ലാസ്റ്റിക് അമല നഴ്സിംഗ് കോളേജ് SNA ട്രോഫി കരസ്ഥമാക്കി. സ്റ്റുഡന്റ് നഴ്സസ് അസോസിയേഷന്റെ തൃശൂർ, പാലക്കാട് ഉൾപ്പെടുന്ന നോർത്ത് ഈസ്റ്റ് സോണൽ മത്സരങ്ങളിൽ അമല നഴ്സിംഗ് കോളേജ് ഓവറോൾ ചാമ്പ്യന്മാരായി. ജൂലൈ 8, 9 തീയതികളിൽ അമല ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു മത്സരങ്ങൾ. അമല നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലും ആരോഗ്യ സർവകലാശാല നഴ്സിംഗ് ഡീനുമായ പ്രൊഫസർ ഡോക്ടർ രാജി രഘുനാഥ് ട്രോഫി വിതരണം ചെയ്തു. ഉസ്ബെക്കിസ്ഥാനിൽ ലവ് ജിഹാദിനിരയായി ക്രൂരമായി കൊല ചെയ്യപ്പെട്ട സാവരിയ ബസന്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ ഹിന്ദു ഐക്യവേദി പ്രതിഷേധ ചടങ്ങ് സംഘടിപ്പിച്ചു. ഹിന്ദു ജില്ലാ പ്രസിഡന്റ് സജിത് അധ്യക്ഷനായി. സെക്രട്ടറി P. സുധാകരൻ സംസാരിച്ചു. താലൂക്ക് സെക്രട്ടറി സജു പോത്താനി സ്വാഗതവും കോർപ്പറേഷൻ സെക്രട്ടറി VS മുരളി നന്ദിയും അറിയിച്ചു. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് V. മുരളീധരൻ, സെക്രട്ടറി ഹരി മുള്ളൂർ, മണി വ്യാസപീഠം, താലൂക്ക് സംഘടനാ സെക്രട്ടറി മോഹനൻ, കോർപ്പറേഷൻ സെക്രട്ടറി വിശ്വനാഥൻ എന്നിവർ പങ്കെടുത്തു. കേരളത്തിൽ ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു. പവന് 360 രൂപ കുറഞ്ഞ് 1,05,840 രൂപയായി. ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 13,230 രൂപയായി. ഇന്നലെ 1,06,200 രൂപയായിരുന്നു പവൻ വില. മറ്റൊരിടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ട്. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട് ജില്ലകൾക്കാണ് പുതിയ മുന്നറിയിപ്പ്. 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. എല്ലാ ജില്ലകൾക്കും യെല്ലോ അലർട്ടാണ്. ഗുജറാത്ത് തീരം മുതൽ മധ്യകേരളം വരെ രൂപപ്പെട്ട ന്യൂനമർദ്ദപാത്തിയുടെ സ്വാധീനത്തെ തുടർന്നാണ് മഴ ശക്തമാകുന്നത്. ജൂലൈ 13 വരെ കേരളം, മാഹി എന്നിവിടങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി തുടരുകയാണ്. ഡൽഹിയിൽ ഓറഞ്ച് അലർട്ടാണ്. സമീപ പ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും മഴക്കെടുതിയിൽ മരണമുയരുന്നുണ്ട്. പൂനെയിലെ കെട്ടിടാപകടത്തിൽ കാണാതായവർക്ക് തിരച്ചിൽ തുടരുകയാണ്. ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലും ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. തൃപ്രയാറിൽ കാർ തടഞ്ഞു നിർത്തി 16.25 ലക്ഷം രൂപയും ഐഫോണും കവർന്ന കേസിൽ ഒളിവിലായിരുന്ന ഒരു പ്രതിയെ കൂടി പ്രത്യേക അന്വേഷണ സംഘം ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു.
പീച്ചി മയിലാടുംപാറ സ്വദേശി കോലയിൽ വീട്ടിൽ അലൻ കെ ജയനാണ് പിടിയിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം IPSന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ ബാംഗ്ലൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. ബംഗളൂരുവിൽ നഴ്സിംഗിന് പഠിക്കുന്ന അലൻ കേസിലെ മുഖ്യപ്രതിയും രണ്ടാം പ്രതിയുമായ ഷനിൽ എന്ന കണ്ണന്റെ മുഖ്യ സഹായിയാണ്. കവർച്ചാ സംഘം സംഭവസ്ഥലത്തെത്തിയ ഇനോവ കാറിന്റെ വാടക തുക ഷനിലിന്റെ നിർദ്ദേശപ്രകാരം നൽകിയത് അലനാണ്. കൊട്ടേഷൻ മയക്കുമരുന്ന് മാഫിയയിലെ കണ്ണിയായ ഷനിലുമായി അടുത്ത ബന്ധം പുലർത്തുന്ന അലൻ കവർച്ചയ്ക്ക് ശേഷം ഷനിൽ ഒളിവിൽ കഴിഞ്ഞപ്പോൾ ഇയാളെ നേരിട്ട് കണ്ട് താമസ സൗകര്യവും സാമ്പത്തിക സഹായങ്ങളും ചെയ്തു കൊടുത്തെന്ന് സമ്മതിച്ചു. സോഷ്യൽ മീഡിയ വഴി മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ $US ആക്കി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പാലക്കാട് സ്വദേശികളായ ബിനാൻസ് എക്സ്ചേഞ്ച് വഴി ക്രിപ്റ്റോ ട്രേഡിംഗ് നടത്തുന്ന ഇടപാടുകാരെ തൃപ്രയാറിലേക്ക് വിളിച്ചുവരുത്തി. ദുബായിലുള്ള നബീൻ എന്നയാളുടെ ബിനാൻസ് വാലറ്റിലേക്ക് $US ക്രെഡിറ്റ് ചെയ്യാൻ പകരമായി നാട്ടിൽ കൈമാറാൻ കൊണ്ടുവന്ന 16,25,000 രൂപയുമായി പാലക്കാട് വിളയൂർ സ്വദേശികളായ മുഹമ്മദ് റാഫി, മുഹമ്മദ് അസ്ലം, അജിത് കുമാർ, അബ്ദുൾ മജീദ് എന്നിവർ വെളുത്ത ടാറ്റ പഞ്ച് കാറിലെത്തി. കവർച്ചാ സംഘത്തിലെ 2 പ്രതികൾ പാലക്കാട് നിന്ന് തന്നെ ഇവരുടെ കാറിൽ ഒപ്പം കയറി പണം കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തിയിരുന്നു. തീരദേശ മേഖലയിൽ രാസലഹരി വിൽപ്പന നടത്തിയിരുന്ന 2 പേർ MDMAയുമായി പിടിയിൽ. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. തീരദേശ മേഖലയിലെ യുവാക്കളെ കേന്ദ്രീകരിച്ച് മാരക രാസലഹരിയായ MDMA വിൽപ്പന നടത്തിയിരുന്ന കരൂപ്പടന സ്വദേശി കണ്ണാംകുളം വീട്ടിൽ ഇൻസമാമുൽ ഹഖ്, മതിലകം കൊട്ടേക്കാട് വീട്ടിൽ മുഹമ്മദ് അനസ് എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന 2 ഗ്രാം MDMA പിടിച്ചെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കെ കരുണാകരൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലീഡർ മെറിറ്റ് ഡേ കായികക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. കനത്ത മഴയിൽ മാന്നമംഗലം കൊളാംകുണ്ട് റോഡിൽ മരം കടപുഴകി വീണു. ഏറെ നേരം വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. എ പത്മനാഭൻ 2ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനവും എ പത്മനാഭൻ ഫൗണ്ടേഷന്റെ പുരസ്കാര സമർപ്പണവും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. നിർമ്മിതി ബിൽഡിംഗ് ഷോപ്പിംഗ് അസോസിയേഷന്റെ നേത്രപരിശോധനാ ക്യാമ്പ് ഡെപ്യൂട്ടി മേയർ A പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പാണഞ്ചേരി പഞ്ചായത്തിന്റെ സ്കൂൾ യൂണിഫോം പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മിനു വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.